നമസ്കാരം. അഴിമതിയേക്കാളും സ്വജനപക്ഷപാതത്തെക്കാളും രാഷ്ട്രീയക്കാരെ നമ്മൾ വെറുക്കേണ്ടത് കാപട്യത്തിലാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു പരിധിവരെ അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ ന്യായീകരിക്കാൻ കഴിയും. അഴിമതിയില്ലാതെ എങ്ങനെ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകും, സ്വജനപക്ഷപാതമില്ലാതെ എങ്ങനെ അണികളെ തൃപ്തിപ്പെടുത്തും എന്നവർ ചോദിച്ചാൽ അതിനൊരു ലോജിക്കുണ്ട്. എന്നാൽ കാപട്യം അങ്ങനെയല്ല. നാം യഥാർത്ഥത്തിൽ എന്താണോ അതല്ലാതെ മറ്റൊരാളായി സമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് കാപട്യം. ഇത്തരം കാപട്യത്തിൻ്റെ കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന നിലയിലാണ് പി രാജീവ് എന്ന CPM നേതാവിനോട് എനിക്ക് വെറുപ്പുള്ളത്. മറ്റേത് CPM നേതാവിനേക്കാൾ ഞാൻ വെറുക്കുന്നത് പി രാജീവിനെയാണ്. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിണറായി വിജയൻ എടുത്തു നോക്കൂ, അദ്ദേഹത്തിന് ധാർഷ്ട്യക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും എളിമ അഭിനയിക്കാറില്ല. അദ്ദേഹം അഴിമതിക്കാരനാണ്. അദ്ദേഹം ഒരിക്കലും അഴിമതി വിരുദ്ധ പ്രസംഗം നടത്താറില്ല. അദ്ദേഹം മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും ആദർശം പറഞ്ഞ് അതിനെ തള്ളിപ്പറയാറില്ല. അതാണ് സത്യസന്ധത. ആ സത്യസന്ധത ഇല്ലായ്മയുടെ ഉദാഹരണമാണ് പി രാജീവ്. പി രാജീവ് വലിയ തോതിൽ കമ്മ്യൂണിസം പറയും. കമ്മ്യൂണിസ്റ്റ് ദർശനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. സാർവത്രിക വിദ്യാഭ്യാസം ഒരു മുതലാളിത്ത ഉപകരണമാണ്. അതുകൊണ്ട് എല്ലാവരും വിദ്യാഭ്യാസവും എല്ലാവരും തൊഴിലും നേടരുത് എന്ന് പറയുന്നയാൾ. അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അനിവാര്യമായ മുന്നുപാധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. ഇങ്ങനെ പറയുന്ന ആൾ ഏറ്റെടുത്ത പദവി എന്താണെന്നറിയാമോ? വ്യവസായ വകുപ്പ്. വ്യവസായ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സംരംഭങ്ങളെ, സ്വകാര്യ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ്. മുതലാളിത്തത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും ലാഭത്തെയും തള്ളിപ്പറയുന്ന പി രാജീവ് സ്വകാര്യ സംരംഭകരെ തേടി, വിദേശ നിക്ഷേപകരെ തേടി നമ്മുടെ ഖജനാവിൻ്റെ പണം മുടക്കി ലോകമെമ്പാടും സഞ്ചരിക്കും. ഇവിടെ 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്ന പച്ചക്കള്ളം പറയും. എല്ലാ അർത്ഥത്തിലും കപടനാട്യക്കാരനായിരുന്നു, കാപട്യക്കാരനായിരുന്നു, കള്ളനാണയമായിരുന്നു പി രാജീവ്. അതുകൊണ്ടാണ് അബ്ദുൽ ഗഫീർ എന്ന പി രാജീവിൻ്റെ എതിരാളി ജയിക്കേണ്ട സ്ഥാനാർത്ഥി അല്ലാതിരുന്നിട്ടും തോൽപ്പിക്കേണ്ട 10 പേരുടെ ലിസ്റ്റിൽ പി രാജീവിനെ ഉൾപ്പെടുത്തിയത്. ജനം അത് അതേപടി സ്വീകരിച്ചു. പി രാജീവ് എന്ന കള്ളനാണയത്തെ 8 നിലയിൽ പൊട്ടിച്ച് വീട്ടിലിരുത്തി. ഈ പി രാജീവിന് ഇന്നലെ പെട്ടെന്നൊരു വെളിപാടുണ്ടായിരിക്കുന്നു. CPM തോറ്റുപോയത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും തിരുത്തണമെന്നും പി രാജീവ് പറയുന്നു. പാർട്ടിക്ക് പറ്റിയ പാളിച്ചകൾ എണ്ണി പറയുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാളിച്ചകളൊക്കെ പാർട്ടിക്കും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വത്തിനുമാണ് സംഭവിച്ചത്. തനിക്ക് സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നതും ഗോവിന്ദൻ പറയുന്നതും. പിണറായി വിജയനും ഗോവിന്ദനും രാജീവും ഒക്കെ തന്നെയായിരുന്നു പാർട്ടി നേതൃത്വം എന്നോർക്കണം. ഇവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത ഇവരാരും ഏറ്റെടുത്തിട്ടില്ല. ഇവരൊക്കെയാണ് ഈ നാടിനെ ഈ പരുവത്തിലെത്തിച്ചത്. എന്നിട്ടും ഇവർക്കാർക്കും കുറ്റം സമ്മതിക്കാൻ മടിയാണ്. രാജീവിൻ്റെ പ്രസംഗത്തിലെ ഓരോ ഭാഗവും എടുത്തു നോക്കിയാൽ കാപട്യം വ്യക്തമാണ്. മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം പാളി എന്നാണ് രാജീവിന്റെ ആദ്യത്തെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു മുദ്രാവാക്യത്തിനും ഒരു ജനതയെ സ്വാധീനിക്കാനോ ജനവിധിയോ നിർണ്ണയിക്കാനോ കഴിയില്ല. അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മറ്റാരുണ്ട് എന്നതിന് പകരം മറ്റൊരു മുദ്രാവാക്യമായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഗതി ഇത് തന്നെയാവുമായിരുന്നു. അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചാണ് അവർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത്. അതുകൊണ്ട് മുദ്രാവാക്യത്തിന് പുറത്ത് ഉത്തരവാദിത്വം വെച്ച് തലയുരാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ഭീരുത്വമാണ്. മുഖം മോശമായതിന് കണ്ണാടി തല്ലി തകർത്തിട്ടൊരു കാര്യവുമില്ല എന്ന് പി രാജീവ് ഇനിയെങ്കിലും തിരിച്ചറിയണം. മുദ്രാവാക്യത്തിനെ ആ വഴിക്ക് വിടുക. വെള്ളാപ്പള്ളി നടേശനെ തിരുത്തിയില്ല എന്നതാണ് അടുത്ത കാരണമായി രാജീവ് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. വെള്ളാപ്പള്ളിയെ തിരുത്താതിരുന്നത് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. വെള്ളാപ്പള്ളിയെ തിരുത്താതിരുന്നത് ആരാണ്? പി രാജീവും പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള CPM നേതൃത്വം. എന്നിട്ട് അതിന് പാർട്ടിയാണ് കുഴപ്പം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പി രാജീവിനും ഉത്തരവാദിത്വമില്ലേ? ഇനി പോട്ടെ, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് നാളെ എത്രയായി? ഇപ്പോഴെങ്കിലും തിരുത്തുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും തള്ളിപ്പറയുന്നുണ്ടോ?
ഇപ്പോഴെങ്കിലും വെള്ളാപ്പള്ളിയുടെ അഴിമതിക്കെതിരെ നടപടിയെടുക്കണം എന്ന് നിലവിൽ ഭരിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സമുദായ നേതാവ് കേരളത്തിലില്ല. അത് തുറന്നു പറയാനും വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കാനുമുള്ള ധൈര്യം CPM-നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളിയെ പഴിചാരുന്നത് എന്തിനു വേണ്ടിയാണ്? ശബരിമല കൊള്ളയെക്കുറിച്ചാണ് മറ്റൊരു പ്രഭാഷണം. CPM നേതാവായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് മോശമായി പോയത്രയും. അതിൽ നമ്മൾ നടപടിയെടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പറയൂ, എന്നിട്ട് ഇപ്പോഴെന്ത് നടപടിയാണ് എടുത്തത്? പത്മകുമാറിനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഏതു നിമിഷവും പിൻവലിക്കാവുന്ന സസ്പെൻഷൻ. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ കൊള്ള നടന്നതെങ്കിൽ, പത്മകുമാറാണ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതെങ്കിൽ അത് ഏറ്റുപറയാൻ ധൈര്യം കാണിക്കുന്ന പാർട്ടി എന്തുകൊണ്ടാണ് പത്മകുമാറിനെ ഇപ്പോഴും പുറത്താക്കാത്തത്? പേടിയാണ്. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ ഈ മോഷണത്തിൻ്റെ യഥാർത്ഥ ബെനഫാക്ടറിയുടെ പേര് വെളിപ്പെടുത്തും. അത് ദൈവതുല്യൻ എന്ന് വിളിക്കുന്ന പിണറായിയും പിണറായിയുടെ മക്കളും ഒക്കെയാണെന്ന് ബോധ്യമാകും. അതുകൊണ്ട് പത്മകുമാറിന് നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. പിന്നെ എന്തിനാടോ രാജീവേ ഈ കുമ്പസാരം? പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയില്ല എന്നാണ് മറ്റൊരാരോപണം. ഇതിനേക്കാൾ നാണം കെട്ട ഒരു പഴിചാരൽ വേറെയുണ്ടോ? ഏറ്റവും അധികം പ്രചരണം നടത്തിയത് CPM-ആണ്. അതും ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ചാനൽ റിയാലിറ്റി ഷോകളിൽ പോലും ഇത്തരം പ്രചരണം കുത്തിക്കയറ്റി വഴിനീളെ മനുഷ്യനെ മടിപ്പിക്കുന്ന തരത്തിൽ പിണറായിയുടെ മുഖം നിറച്ചു. വാസ്തവത്തിൽ ഈ തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രചരണമാണ്. അത് പ്രചരണത്തിൻ്റെ കുറവാണ് എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. പ്രചരണം അതിര് കവിഞ്ഞു പോയി. പിണറായിയുടെ മുഖം കൂടുതൽ കാണിച്ചു, അതാണ് വീഴ്ച എന്ന് പറഞ്ഞ് അത് തിരുത്തുന്നതിന് പകരം പുതിയ തലമുറയെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തിയില്ല എന്ന് പറയുന്നത് എന്തു വിഡ്ഢിത്തമാണ്. ഏറ്റവും വിചിത്രമായ സംഗതി അടുത്ത ന്യായമാണ്. പാർട്ടി ക്ലാസുകളുടെ രൂപം മാറണമത്രേ, പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുന്ന ഭാഷ പറയണമത്രേ. ഇതാരാണ് പറയുന്നത്? മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ മാത്രം സംസാരിച്ച് അത് മഹത്തായ അറിവാണെന്ന് കരുതി സാധാരണക്കാരെ പുച്ഛിച്ചു തള്ളുന്ന അതേ P. രാജീവ്. വാസ്തവത്തിൽ P. രാജീവ് ഇവിടെയെങ്കിലും കുറ്റം സമ്മതിക്കേണ്ടതായിരുന്നു. രാജീവിൻ്റെ ഭാഷയും ശൈലിയുമാണ് യഥാർത്ഥ പ്രശ്നമെന്നെങ്കിലും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടാകുമായിരുന്നു. രാജീവിനെ പോലും മനസ്സിലാവാത്ത കമ്മ്യൂണിസ്റ്റ് ഭാഷ സംസാരിക്കുന്നവർ കുറവാണ്. പാർട്ടി സഖാക്കൾ മിക്കവരും പിണറായി അടക്കം മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് രാജീവ് ആദ്യം തിരുത്തേണ്ടത് രാജീവിനെ തന്നെയാണ്. എന്നിട്ട് പോരെ ഈ കുറ്റം പറച്ചിൽ. SFIക്കും DYFIക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തില്ലത്രേ. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം അത് സ്വതന്ത്രം, എല്ലാ വർഗ പൊതുജന സംഘടനകളും സ്വതന്ത്രമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളത് രേഖകളിൽ മാത്രം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ SFIയും DYFIയും ആരാണ് അവസരം കൊടുക്കാതിരുന്നത്? ആരാണ് അവരുടെ അറ്റവും വാലും വെട്ടി വളർത്തിയത്? ആരാണ് അവരെ CPM-ന്റെ അടിമകളാക്കി മാറ്റിയത്? രാജീവ് അടങ്ങുന്ന CPM നേതൃത്വം. രാജീവ് ഈ DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാവായിരുന്നല്ലോ. എന്നിട്ട് അക്കാലത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നോ? രാജീവ് നന്നാവണമെന്നുണ്ടെങ്കിൽ ആദ്യം തെറ്റ് കണ്ടുപിടിക്കുകയും അത് സ്വയം തിരുത്തുകയും വേണം. അല്ലാതെ തെറ്റുകൾ മറ്റുള്ളവരുടെ പുറത്ത് വെച്ച് സ്വയം നന്നാവാൻ ശ്രമിച്ചാൽ ഒരിടത്തും എത്തില്ല. ഈ തോൽവിയിൽ പിണറായിയെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള നേതാവാണ് P. രാജീവ്. P. രാജീവിൻ്റെ കാപട്യവും മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയും ഈ തോൽവിക്ക് വലിയ ഒരു ഘടകമായിട്ടുണ്ട്. സൗമ്യമായ മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് പകയുടെയും വിദ്വേഷത്തിൻ്റെയും എന്തെല്ലാം നീച നീക്കങ്ങൾ രാജീവ് നടത്തിയിട്ടുണ്ടെന്ന് രാജീവ് തന്നെ സ്വയം ചിന്തിക്കുക. മറുനാടനെ വേട്ടയാടാൻ പിണറായി മുമ്പിൽ നിന്ന് പോരാടി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാൾ P. രാജീവായിരുന്നു. രാജീവിൻ്റെ ഭാര്യയുടെ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ചും മകളുടെ സ്വകാര്യ സ്കൂളിലെ പഠനത്തെക്കുറിച്ചും പറഞ്ഞതിലുള്ള വിരോധം, രാജീവിൻ്റെ കാപട്യം തുറന്നുകാട്ടിയതിലുള്ള പക, രാജീവ് ഒരിക്കലും അവസാനിക്കാത്ത പകയുമായി P. ശ്രീനിജനൊക്കെ രംഗത്തിറക്കിയത് രാജീവ് നേരിട്ടാണെന്ന് ശ്രീനിജൻ തന്നെ വേണ്ടപ്പെട്ടവരോട് ഇപ്പോൾ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, 2023 തുടങ്ങി വെച്ച മറുനാടൻ വേട്ട പാളിപ്പോയപ്പോൾ പിണറായി വിജയൻ സ്വയം പിന്മാറിയതാണ്. പക്ഷെ അന്നും പിന്മാറാതെ നിന്നത് P. രാജീവായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും P. രാജീവ് DGPയെ കൂട്ടി പിണറായി വിജയനെ പോയി കാണുന്നു. ക്ലിഫ് ഹൗസിൽ വെച്ച് പിണറായിയോട് പറയുന്നു, കോടതിയിൽ നിന്നും ഒരു പരാമർശം മറുനാടനെതിരെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പൊക്കാൻ നല്ലതാണെന്ന്. അന്ന് പിണറായി വിജയൻ രാജീവിനോട് പറഞ്ഞത് ഉറപ്പാണെങ്കിൽ മാത്രം പണിക്കിറങ്ങിയാൽ മതി, സൂക്ഷിച്ചു നീക്കണമെന്നാണ്. അന്ന് കൂടെയുണ്ടായിരുന്ന DGPയോട് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിവരം അറിയിക്കുമല്ലോ എന്ന്. എന്ന് വെച്ചാൽ പിണറായി വിജയനില്ലാത്ത താല്പര്യം രാജീവിന് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പുറത്ത് സൗമ്യമുഖമാണ്, എന്നാൽ അകത്ത് പകവീട്ടാനുള്ള വിദ്വേഷവും. ഈ ഇരട്ടമുഖം ആദ്യം മാറ്റുക, എന്നിട്ട് സാധാരണ മനുഷ്യനായി മര്യാദക്കാരനായി
പാർട്ടിയെ സേവിച്ചാൽ പാർട്ടിക്കൊരു മാറ്റമുണ്ടാവും. ഇപ്പോഴത്തെ അവസരത്തിൽ പിണറായി ദുർബലനായതുകൊണ്ട് എല്ലാ കുറ്റവും പിണറായിയുടെ തലയിൽ വെച്ചിട്ട് പുതിയ തലമുറയുടെ പ്രതീകമായി പാർട്ടി നേതൃത്വത്തിലേക്ക് വരാം എന്നുള്ള കുത്തിത്തിരിപ്പ് ചിന്തയുടെ ഭാഗമാണ് ഇന്നലത്തെ രാജീവിൻ്റെ കുറ്റസമ്മതം എന്ന് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല.